أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاءت سكرة الموت ذلك ما كنت منه تحيد. وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വജാഅത് സഖറത്തുൽ മൗത്ത് ബിൽ ഹഖ്, മരണവെപ്രാളം യാഥാർത്ഥ്യമായി വരുന്നതാണ്. മരണമെന്ന് പറയുന്ന പ്രതിഭാസം സത്യമായിട്ട് യാഥാർത്ഥ്യമായിട്ട് വരുന്നതാണ്. ذلك ما كنت منه تحيد. ഏതൊന്നിൽ നിന്ന് നാം ഓടി അകന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുവോ, ഏതൊരു മരണം നമ്മൾ ഇഷ്ടപ്പെടാതെ അതിൽ നിന്ന് അകന്നോടുന്നുവോ, അത് നമ്മെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആജ്ഞാപിക്കുകയാണ്, കൽപ്പിക്കുകയാണ്, പറയുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, നമ്മളെല്ലാവരും മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഏതു സമയവും എപ്പോഴെവിടെ വെച്ച് മരണപ്പെടുമെന്ന് ആർക്കും നിശ്ചയിച്ചുകൂടാ, ആർക്കും മുൻകൂട്ടി പറയുക സാധ്യമല്ല. ഇന്ന് നമ്മോട് കൂടെ നിന്നവർ നാളെയില്ല, നാം നാളെയില്ല. നാം മറ്റുള്ള ഒരാളോട് കൂടെ നിൽക്കുകയാണെങ്കിൽ നാമും അവരോടില്ല, നമ്മോട് കൂടെയുള്ളവരുമില്ല. ഓരോ ആളുകൾ പ്രസംഗിക്കുമ്പോഴും ഓരോ ആളുകൾ കാര്യങ്ങൾ പറയുമ്പോഴും ഈ പറയുന്ന ആള് നാളെ ഉണ്ടാകണമെന്നില്ല, കേൾക്കുന്ന ആള് നാളെ ഉണ്ടാകണമെന്നില്ല. പക്ഷേ നാം നോക്കേണ്ടത് എന്താണ്? ആ മരണത്തിന് വേണ്ടി, ആ മരണം നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ, ആ മരണം നമ്മെ പിടികൂടുന്ന സമയത്ത് നമ്മൾ എന്താണ് സമ്പാദിച്ചത്? നമ്മൾ എന്താണ് സമ്പാദിച്ചത്? ദുനിയാവിൻ്റെ മുകളിൽ ജീവിച്ചു കുറച്ച് നാൾ, 50 വയസ്സ് ജീവിച്ചു, 52, ഇനി 60 വയസ്സ്, വാർദ്ധക്യമെത്തി, പ്രായം തികഞ്ഞതിന് ശേഷമുള്ള മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. 60 എത്തി, 62 എത്തി, 80 എത്തി, 90 എത്തി, 100 എത്തി. ഈ കാലയളവിൽ ഇത്ര വർഷം ജീവിച്ചിട്ട് നാം എന്താണ് ഭൂമി ലോകത്ത്, നാളെ ആഖിറത്തിലേക്ക് വേണ്ടി എന്ത് സമ്പാദ്യമാണ് നാം സമ്പാദിച്ചത്? ഓരോ വ്യക്തികളും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഓരോ മനുഷ്യനും തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ആർക്ക് വേണ്ടി ജീവിച്ചു, ആർക്ക് വേണ്ടി സാഷ്ടാംഗം ചെയ്തു, ആരോട് പ്രാർത്ഥിച്ചു, ആർക്ക് വേണ്ടി സമർപ്പണം നടത്തി? സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഓരോ പ്രദേശത്ത് താമസിക്കുന്നവരും, ഞാനിപ്പോൾ ഇവിടെയാണെങ്കിൽ വേറൊരാൾ മറ്റൊരിടത്ത്, അങ്ങനെ ഓരോ സ്ഥലത്ത് താമസിക്കുന്നവരുടെ സമീപ പ്രദേശത്തും കണ്ടവരും സംസാരിച്ചവരുമായ ആളുകൾ പെടുന്നനെ മരണത്തിന്റെ ആ സത്യത്തിലേക്ക് വഴുതി വീഴുമ്പോൾ, പ്രിയമുള്ള മുഅ്മിനീ, നാം ചിന്തിക്കണം. നാളെ നമുക്കും അത് തന്നെയല്ലയോ, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അത് തന്നെയല്ലയോ അവസ്ഥ? നമ്മെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയാണ്. സുഖമില്ല എന്ന് പറയുമ്പോൾ നമ്മെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ ആ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന നാം തിരിച്ചു പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തണമെന്നില്ല. ഒരുപക്ഷെ നമ്മളെ കൊണ്ടുപോകുന്നത് രോഗമായ അവസ്ഥയിലാണെങ്കിൽ കൊണ്ടുവരുന്നത് തിരിച്ചു കൊണ്ടുവരുന്നത് ചലനമറ്റ ഒരു മയ്യത്തായിട്ടാണ്, ഒരു മൃതദേഹമായിട്ടാണ് നമ്മെ കൊണ്ടുവരുന്നത്. പ്രിയമുള്ള മുഅ്മിനീ, നമ്മുടെ വെട്ടിക്കാട്ടുമുക്ക്, നമ്മുടെ പ്രദേശത്ത് നാം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മളെപ്പോഴും തമാശകൾ പറയുകയും കണ്ടുകൊണ്ടേയിരിക്കുകയും ചെയ്തിരുന്ന അബ്ദുള്ള എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സഹോദരൻ നമ്മളോടതാ വിട പറഞ്ഞുകൊണ്ട് മറ്റൊരു ലോകത്തിലേക്ക് യാത്രയായി. രാവിലെ സുഖമില്ല എന്ന് പറഞ്ഞു, ശ്വാസം മുട്ടുണ്ടായിരുന്നു, ഫാറ്റി ലിവറിൻ്റെ ചെറിയ പ്രശ്നങ്ങളും അബ്ദുള്ള ഇക്കായ്ക്കുണ്ടായിരുന്നു. ആശുപത്രിയിലേക്ക് പോയി. അവിടെ ചെന്നുകൊണ്ട് മരുന്ന് കഴിച്ചു. ശിവയായിക്കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു.
പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അത് ആ രോഗം മൂർച്ഛിച്ചു. പിന്നീട് ആ മരണത്തിലേക്ക് ആ രോഗം കൊണ്ടു ചെന്നെത്തിച്ചു. ആ സുഖമില്ലായ്മ പിന്നെ മരണത്തിലേക്കാണ് എത്തിച്ചത്. അദ്ദേഹം അതാ ഈ ഭൗതിക ലോകത്തിൽ നിന്നുള്ള നമ്മുടെ ഈ ഭൗതിക ലോകത്തുള്ള എല്ലാ കാഴ്ചകളെയും, എല്ലാവരുമായിട്ടുള്ള സംസർഗങ്ങളും, എല്ലാവരുമായിട്ടുള്ള കൂടിയിടപെടലുകളും, അവരോടുള്ള സഹവർത്തിത്വങ്ങളുമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തലയോലപ്പറമ്പിലും ഒരു സഹോദരൻ അല്ലാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. അതുപോലെ ഓരോ മതത്തിൽപ്പെട്ടവരും ഓരോ സമുദായത്തിൽപ്പെട്ടവരും അതാ മരണത്തിന് കീഴടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും മരണത്തിന് കീഴടങ്ങുന്നവരാണ്. ഒരു ശരീരവും ഈ ഭൂമി ലോകത്ത് അവശേഷിക്കുകയില്ല. എത്ര കോമളനാണേലും, എത്ര സമ്പന്നനാണേലും, എത്ര പദവിയുള്ളവനാണേലും, എത്ര ഗോത്രമഹിമയുള്ളവനാണേലും, എത്ര ആരോഗ്യ ദൃഢഗാത്രനാണേലും മരണമത അവനെ പിടികൂടുകയാണ്. അതുകൊണ്ട് നമ്മൾ മരണമാകുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ സമ്പാദിച്ചത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കേണ്ട കാര്യമാണ്. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പ് അവൻ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ ബുദ്ധിമാന്മാർ എന്ത് ചെയ്യും? മരിക്കുന്നതിന് മുമ്പ് അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യും. പാപം ചെയ്താൽ ഉടനെ തന്നെ അതാ പശ്ചാത്തപിക്കും, പാപമോചനം ചെയ്യും. ഇങ്ങനെ അതാ നാവുകളതാ സൂക്ഷിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അബ്ദുള്ള എന്ന് പറയുന്ന ഐക്യയുടെ പാപങ്ങളെ വിട്ടുപുറത്ത് മാപ്പാക്കി അള്ളാഹുവിൻ്റെ സവിധത്തിൽ അദ്ദേഹം ചെയ്ത നമസ്കാരങ്ങളുടെയും സക്കാത്തിൻ്റെയും നോമ്പിൻ്റെയും അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അമലുകളുടെയും ആ ഒരു അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു സ്വീകാര്യമുള്ള അമലാക്കി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാപങ്ങളെയെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിൽ ബർസഖിയായ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുകയും ഖബറിനെ പ്രകാശപൂരിതമാക്കുകയും അതുപോലെ തന്നെ ഖബറിൽ സ്വർഗീയ അനുഭൂതികൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മോടുകൂടെ ഇടപഴകിയിരുന്ന ആ അബ്ദുള്ള ഐക്യ ഇന്ന് ഈ ഭൗതിക ലോകത്ത് നിന്നും മറ്റൊരു ലോകത്തിലേക്ക് മാലാഖമാരുടെ അകമ്പടിയോടുകൂടി അവരുടെ സാന്നിധ്യത്തിൽ അതാ മറ്റൊരു ലോകത്തിലേക്ക് യാത്രയായി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആത്മാവിനെ എല്ലിയിൽ പ്രവേശിപ്പിച്ചിട്ട് തിരിച്ച് ഖബറിലേക്ക് ബർസഖിയായ ലോകത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷമങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു അദ്ദേഹത്തിന് മോചനം നൽകി അദ്ദേഹം ചെയ്ത അമലുകൾ അള്ളാഹു ഒരു കുറവുമില്ലാതെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അള്ളാഹുവെ അത് വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണമേ നാഥ. അള്ളാഹു ഭൗതിക ലോകത്ത് കണ്ണുകൊണ്ടും ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ചെയ്തു പോയ തെറ്റുകളെ അള്ളാഹു നിൻ്റെ ഔദാര്യം കൊണ്ട് നിൻ്റെ ഓശാരം കൊണ്ട് നിന്ന് കൃപ നൽകി അനുഗ്രഹിക്കണ പടച്ചവനെ. ഞങ്ങളോടുകൂടെ എപ്പോഴും സഹവസിച്ചിരുന്ന ഒരു സഹോദരൻ അള്ളാഹ് നിൻ്റെ റഹ്മത്തിൻ്റെ ആ ഒരു സാന്നിധ്യത്തിലേക്ക് വന്നിരിക്കുകയാണ് പടച്ചവനെ. സത്യവിശ്വാസിയായതിൻ്റെ പേരിൽ അള്ളാഹുവെ നമസ്കാരം എങ്ങനെയാണെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള അദ്ദേഹം എവിടെ വന്നാണെങ്കിലും നമസ്കരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി ശിഷ്ടകാല ജീവിതത്തിൽ അദ്ദേഹത്തിന് അമലുകളുണ്ട് പടച്ചവൻ. ആ അമലുകളെല്ലാം നിഷ്കളങ്കമായ ഇഖ്ലാസുള്ള അമലുകൾ ഉൾപ്പെടുത്തി അള്ളാഹുവെ മാലാഖമാർ നന്മ എഴുതുമ്പോൾ ആ നന്മയുടെ ഏടുകളിൽ അദ്ദേഹത്തിൻ്റെ അമലുകളെ എഴുതിപ്പിക്കുന്ന പടച്ചവൻ. അതുപോലെ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരെല്ലാം പോയിട്ടുണ്ടോ അവരുടെ പാപങ്ങളെയെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുന്ന പടച്ചവൻ. മനുഷ്യ സഹജമായ തെറ്റുകൾ ചെയ്തവരായിരിക്കാം പടച്ചവൻ, എന്നാലും നിന്റെ റഹ്മത്ത് അപാരമാണുള്ള പടച്ചവൻ. നീ തന്നെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, എൻ്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ അവരെയെല്ലാം രക്ഷപ്പെടുത്തും. പാപം ചെയ്യുന്നവരെ നിങ്ങൾ എൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിക്കല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അള്ളാഹുവെ പാപികളായ ദോഷികളായ ആ ജനങ്ങൾ അവർ ഞങ്ങളെല്ലാവരും കൊണ്ട് പടച്ചവന്
ആ ഞങ്ങളെ എല്ലാവരെയും അല്ലാഹുവേ എൻ്റെ ഔദാര്യം എന്നോണം പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളുടെ മരണചിന്തയെ ഞങ്ങൾക്ക് നീ ഏറ്റി തരണമേ. ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുവാനും അമലുകൾ ഏറ്റവും കൂടുതൽ സ്വാലിഹായ അമലുകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നവരുടെ പട്ടികയിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണ പടച്ചവനെ അല്ലാഹു ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ നാഥ. അല്ലാഹുവേ ഞങ്ങൾ ഈ ഭൗതിക ലോകത്തിൽ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അല്ലാഹുവേ നിന്റെ റഹ്മത്ത് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ഒരൊറ്റ കരുണ അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ പ്രത്യാശ അതാണ് പടച്ചവനെ അല്ലാഹുവേ. റബ്ബേ ഞങ്ങളെ എല്ലാവരെയും ജന്നാത്തുൽ നഈമിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ പടച്ചവനെ. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മെല്ലാവരും അമലുകൾ ചെയ്യണം. നമ്മൾ നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാകരുത്, ഗഫലത്തിലാകരുത്. നാം ഏത് സമയവും നമസ്കാരവുമായി മുന്നോട്ട് ഇറങ്ങണം പടച്ചവന് വേണ്ടി നമ്മളെല്ലാവരും നിസ്കരിക്കണം. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. ആ നമസ്കാരം മാത്രമാണ് നമുക്ക് വിജയം. അബ്ദുള്ള എന്ന് പറയുന്ന ആ സഹോദരൻ നമസ്കരിച്ചിരുന്നു. നമുക്ക് മനസ്സിൽ ചിന്തിക്കാം, അദ്ദേഹം ഒരു നമസ്കാരമുള്ള ആളായിരുന്നല്ലോ എന്ന് നമ്മൾ പറയും. എത്ര ബുദ്ധിമുട്ടിയാലും അന്ന് വിനായിക്കുന്ന പള്ളിയിൽ ഞാൻ ഉള്ള സമയങ്ങളിലെല്ലാം ഞാനവിടെ ജോലിയൊക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ആ സമയങ്ങളിൽ അബ്ദുള്ളയ്ക്കെല്ലാം ബാങ്കിൻ്റെ സമയത്തെല്ലാം കടയിൽ നിന്നും പള്ളിയിലെല്ലാം വരാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ അമലുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മഹല്ലത്തിൽ നിന്നും സമീപ മഹല്ലത്തിൽ നിന്നെല്ലാം ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അല്ലാഹു അവരുടെ ഖബറിടങ്ങളെല്ലാം വിശാലമാക്കട്ടെ. അവരെയും നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖബറുകളും അല്ലാഹു വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനും നിങ്ങളും എല്ലാം ഒരു വേള ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നവരാണ്. അല്ലാഹ് ഞങ്ങളെയെല്ലാം നീ കാക്കേണമേ നാഥ. പടച്ചവനെ ഞങ്ങളെല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹു ഞങ്ങൾ ഇബാദത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം നൽകണമേ പടച്ചവനെ. അല്ലാഹു ഞങ്ങൾ നാളെ നിന്റെ സമീപത്തേക്ക് വരുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ എന്താണ് അമലുകളുള്ളത് നാം ഓരോരുത്തരും വിചിന്തനം നടത്തണം. നമ്മൾ ഓരോരുത്തരും പിന്നോട്ട് ചിന്തിച്ചിട്ട് നമ്മൾ എന്താണ് സമ്പാദിച്ചു കൂട്ടിയതെന്ന് ഓരോ മനുഷ്യരും ചിന്തിക്കണം സഹോദരന്മാരെ. നിസാരമല്ല മരണമെന്ന് പറയുന്നത്. ഒരു തിരിച്ചുവരവില്ലാത്ത, ഒരിക്കലും തിരിച്ച് ഭൗതിക ലോകത്തിലേക്ക് വരാത്ത രീതിയിലുള്ള ഒരു മടക്കമില്ലാത്ത യാത്രയാണ്. നമ്മളെവിടെ പോയാലും തിരിച്ച് നമുക്ക് വീട്ടിലെത്താം. പക്ഷെ ഈ യാത്രയ്ക്ക് ഒരു മടക്കമില്ല എന്നുള്ളതാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തിൻ്റെ രുചിയെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും മരണപ്പെടുന്നതാണ്. അതുകൊണ്ട് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമില്ലാതെ മരണത്തിൻ്റെ റൂഹ് നിങ്ങളെ പിടികൂടും. അവർ മരിപ്പിക്കും, പിന്നെ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇത് യാഥാർത്ഥ്യമാണ്. ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മരണം സന്തോഷമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മരണം സന്തോഷമാണ്. കാരണം എന്താണ്? അവൻ അമലുകൾ ചെയ്തിട്ടുണ്ടല്ലോ. ചിരിച്ച് സന്തോഷവതനായി പുഞ്ചിരിക്കുന്ന വദനത്തോടുകൂടി അവൻ പറയാം, പടച്ചവനെ നിന്റെ ആജ്ഞകൾ ഞങ്ങൾ ശിരസാ വഹിച്ചുകൊണ്ട് കിട്ടുന്നത് പോലെയല്ല അമലുകൾ ചെയ്തു. പള്ളിയിൽ നിന്നും വിളിയാളം കേൾക്കുമ്പോൾ നിനക്ക് വേണ്ടി സുജൂദ് ചെയ്തതാണ് പടച്ചവനെ. പാഴാക്കല്ലേ അല്ലാഹുവേ. നിനക്ക് വേണ്ടി സുജൂദ് ചെയ്ത നെറ്റി നിന്റെ പള്ളിയുടെ അങ്കണത്തിൽ ഈ നെറ്റി കൊണ്ടുപോയി വെച്ചതാണ് പടച്ചവനെ. അതുകൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണമേ. ഓരോ മയ്യത്തിന്റെ ആത്മാക്കളും അവരോട് പറയും, അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ആത്മസമ്പത്തിയോടുകൂടി നിർവൃതിയോടുകൂടിയായിരിക്കും ആ ആത്മാവ് പോകുന്നത്. പക്ഷേ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ അവിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ് അവൻ്റെ കയ്യിലുള്ളത്? ഒന്നുമില്ല. എന്തൊക്കെയോ ആരൊക്കെയോ പറഞ്ഞ കുറെ വാക്കുകൾ മാത്രം, അതിനെ അനുധാപനം ചെയ്തു പോയി. പക്ഷേ അവൻ വെറും കൈയോടുകൂടിയാണ് പോകുന്നത്. അവൻ സുജൂദ് ചെയ്തിട്ടുണ്ടോ? അവൻ സാഷ്ടാംഗം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. കുറെ സംസാരങ്ങൾ മാത്രം. എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിലോ അവൻ പള്ളിയിൽ പോയി അവൻ മുട്ടുപ്പ സുജൂദിൽ കിടന്നുകൊണ്ടും റുക്കോയിൽ കിടന്നുകൊണ്ടും അവൻ തൻ്റെ നാഥനെ സാഷ്ടാംഗം ചെയ്തവനാണ്. അവനാണ് മരണപ്പെടുമ്പോൾ അവന് പറയാം, തൻ്റെ ദൈവത്തോട്, തൻ്റെ സൃഷ്ടാവിനോട് പറയാം, നിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അല്ലാഹുവേ നിനക്ക് ഞാൻ സുജൂദ് ചെയ്തു. നീ പറഞ്ഞു പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണമെന്ന്. എൻ്റെ സമ്പത്തിൽ നിന്ന് ഞാൻ ഒരു ഓഹരി ചെയ്തു. പിന്നെ നീ പറഞ്ഞില്ലേ നോമ്പ് പിടിക്കാൻ, പട്ടിണി കിടക്കാൻ പറഞ്ഞു. ഞാനതാ പട്ടിണി കിടന്നു. വിശപ്പെന്താണെന്ന് മനസ്സിലാക്കാൻ നീ പറഞ്ഞ വ്രതം അനുഷ്ഠിച്ചു. നീ എന്നോട് പറഞ്ഞില്ലേ നീ ഹജ്ജ് ചെയ്യണം.
ഞാനതാ എൻ്റെ സമ്പത്തിൽ നിന്നും ഞാൻ ഹജ്ജിനും പോയി ഉംറയ്ക്കും പോയി, പിന്നെ ഇതെല്ലാം ചെയ്ത ഒരാത്മാവിന് എവിടെയായിരിക്കും സങ്കടം? അപ്പോൾ ആ ആത്മാവത സന്തോഷപ്പെടുകയാണ്. യഥാർത്ഥ നീയത്തോടുകൂടി ആ ആത്മാവ് അള്ളാഹുവിന്റെ സമീപത്തേക്ക് എല്ലിയിലേക്ക് പോകുകയാണ്. നേരെ മറിച്ച് ഈ ഭൗതിക ലോകത്ത് തിന്നും തിമിർത്തും നടന്നു, പാട്ടും പാടി തിമിർത്തു, അരങ്ങേറി കൂത്താടി നടന്നു. പക്ഷേ ദൈവം പറഞ്ഞ ഒരു കാര്യവും ചെയ്തില്ല. ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവമുണ്ടെന്ന് അവൻ വിശ്വസിച്ചു. പക്ഷെ ആ ദൈവത്തിന് വേണ്ടി അവൻ പണിയെടുത്തില്ല. ചുമ്മാ വെറുതെ ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞ് നടന്നാൽ മാത്രം പോരാ. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഇബാദത്തുകൾ, അമലുകൾ, ആരാധനകൾ ചെയ്ത് അവനെ തൃപ്തിപ്പെടുത്തണം. അവൻ പറഞ്ഞ ആരാധനകൾ ചെയ്തുകൊണ്ട് തൃപ്തിപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ ആത്മാവുകൾക്ക് തൃപ്തി ഉണ്ടാവുക. അതുകൊണ്ട് മരണം ഓരോരുത്തരെയും മാടി വിളിക്കുമ്പോൾ ഇന്ന് നമ്മോട് കൂടെയുണ്ടായിരുന്ന അബ്ദുള്ള എന്ന് പറയുന്ന ഐക്യ ഭൗതിക ലോകത്തിന്റെ അങ്കണത്തിൽ നിന്നും അത് പാരത്രിക ലോകത്തെ അങ്കണത്തിലേക്ക് വരികയാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അമലുകൾ കൂട്ടി നോക്കുമ്പോൾ, അള്ളാഹ് പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ധ്വനി കേൾക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, നാളെ നരകശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹം മസ്ജിദിൽ പോയി തന്റെ ആ പ്രാർത്ഥന, ഇബാദത്ത്, ആരാധന കർമ്മം നെറ്റിക്കൊണ്ടുപോയി പള്ളിയിൽ വെച്ചുകൊണ്ട് നാഥനോട് പ്രാർത്ഥിച്ച ഒരു മനുഷ്യനാണ്. നമുക്കൊരിക്കലും അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം എവിടെയായിരുന്നെങ്കിൽ ചോദിക്കുന്ന ആളുകൾ പറയും അബ്ദുള്ളയ്ക്ക് നിസ്കാരമുള്ള ആളായിരുന്നു. നേരെ മറിച്ച് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആദ്യമായി ചോദിക്കുന്നത് അവൻ നമസ്കരിച്ച ആളാണോ എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. അവൻ നിസ്കാരം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാറുണ്ട്. കാരണം എന്തോ, നിസ്കാരം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഭൗതി രക്ഷപ്പെട്ടു. ആ നിസ്കാരം പൂർണ്ണമായി സ്വീകരിക്കുന്നതാണോ അല്ലയോ എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. എന്നാലും അവൻ്റെതായ അമലതനുസരിച്ച്, അവന്റെ തഖ്വ അനുസരിച്ച്, അവന്റെ ആ തഖ്വ അനുസരിച്ചു കൊണ്ട്, ഭയഭക്തി അനുസരിച്ച് അവൻ നമസ്കരിച്ചു. അത് പറയാമല്ലോ, പ്രതിഫലം തരുന്നവൻ അള്ളാഹാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോയി അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹ് പറഞ്ഞ, തന്റെ ദൈവം തമ്പുരാൻ പറഞ്ഞ സാഷ്ടാംഗം ചെയ്യാതെ ഭൗതിക ലോകത്ത് ജീവിച്ചിട്ട് ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ട് അതാ ദൈവത്തിലേക്ക് ചെന്നു, അവന് പാരഡൈസ് കിട്ടുമെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അവനെ ആദ്യം വിശ്വസിക്കണം. ഈ നാഥനാണ് ലോകത്തിന്റെ അധിപനെന്നും അവനാണ് എല്ലാത്തിന്റെയും ഉത്തരവാദിത്വവും എല്ലാത്തിന്റെയും അവകാശി. ഭൂമിയുടെയും ആകാശത്തിന്റെയും ഖസാനകൾ അദ്ദേഹം ആ അള്ളാഹുവിനാണ് എന്നുള്ളൊരു ചിന്ത. അതുപോലെ വലില്ലാഹിൽ ഇസ്സത്തി വല റസൂലി, അള്ളാഹുവിനും അവന്റെ പ്രവാചകനുമാണ് ഇസ്സത്തിൽ ഏറ്റവും കൂടുതലെന്നും പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ഏറ്റവും കൂടുതൽ ഇസ്സത്തുള്ളവൻ, അഭിമാനമുള്ളവൻ അള്ളാഹു അല്ലേ? ഏറ്റവും ഖസാനയുടെ എല്ലാ സമ്പത്തിന്റെയും താക്കോൽ അവന്റെ കയ്യിലല്ലേ? അവനെ വെല്ലുവിളിക്കുവാൻ ആർക്കൊക്കെ സാധിക്കും? ഇപ്പോൾ അബ്ദുള്ളയെ പോലെയുള്ള പലരും, നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പലരും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു. എന്താണ് അവർ കൊണ്ടുപോയത്? ഒന്നും കൊണ്ടുപോയില്ല. രാപകലന്തിയോളം ഓരോ രീതിയിൽ അധ്വാനിച്ച് കാശുണ്ടാക്കി അവരുടെ കുടുംബം കഴിഞ്ഞു പോകുവാനും മക്കള് മുന്നോട്ട് പോകുവാനുമായി അധ്വാനിച്ചു. ആ അധ്വാനങ്ങളുടെ ഫലങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിയിലാകുമ്പോൾ അതിന് അതാ പ്രതിഫലം അവിടെ ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഇനിയും ചിന്തിക്കാതിരിക്കല്ലേ. സമയം നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുക, ആദ്യം റബ്ബിനെ വിശ്വസിക്കുക. അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല ഭൂമി ലോകത്ത്. അവനാണ് സർവ്വചരാചരങ്ങളുടെ സൃഷ്ടാവ്. അവനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനെന്നുള്ള വിശ്വാസം ദൃഢമാക്കിക്കൊണ്ട് അവൻ പറഞ്ഞതായ ഇബാദത്തുകൾ, ആരാധനകൾ, അവന്റെ ഭവനമാകുന്ന മസ്ജിദുകളിൽ പോയി സാഷ്ടാംഗം ചെയ്തുകൊണ്ട് അവനോട് കരഞ്ഞ കണ്ണീരുമായി അവനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഞാനൊന്നുമല്ല, നീയാണല്ലോ എന്നെ ഭൂമിയിലേക്ക് അയച്ചത്. നാദാ, ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഓർത്തുകൊണ്ട് അവൻ കണ്ണുനീർ പൊഴിക്കണം. ഞാൻ ഒരു ദിവസം നിശ്ചലമായ അവസ്ഥയിൽ എൻ്റെ ബോഡി എല്ലാവരും എടുത്തുകൊണ്ട്, എൻ്റെ ഡെഡ് ബോഡി, ശവശരീരം, അതായത് മയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നിർജീവമായ വസ്തുവിന് പറയുന്ന അറബി പദമാണ് മയ്യത്ത്. ഈ മയ്യത്ത് എടുത്തുകൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ട് ഖബറിലേക്ക് ചെല്ലുകയാണ്. പുഴുക്കളും തേളുകളും പഴുതാരകളും ഉറുമ്പുകളുമുള്ള അതിന്റെ വാസസ്ഥലമായ ഖബറിലേക്ക് നമ്മെ എടുത്തു വെക്കുകയാണ്. എത്ര പട്ടുകൊണ്ടുള്ളത്, സ്വർണം കൊണ്ട് വെച്ചാലും നമ്മുടെ ശരീരത്തിൽ പുഴുക്കളും ഉറുമ്പുകളും വരും. അതിൻ്റെതായ സമയമാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ പുഴുക്കൾ വരും. സഹോദരന്മാർ, നമ്മൾ മനസ്സിലാക്കുക,
അല്ലാതെ ഞാൻ വലിയ ആളാണ് അല്ലെങ്കിൽ എൻ്റെ വിശ്വാസമാണ് ഏറ്റവും വലുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കൂകുകയാണ് ആളുകൾ. കുറേ മന്ദവിശ്വാസത്തിൻ്റെ അനുയായികൾ അതിൻ്റെ പിന്നാലെ പോകുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നമ്മളെല്ലാവരും കണ്ടതാണ്, കർത്താവ് വന്നുകൊണ്ട് അയാളോട് സംസാരിച്ചു. ആ ശബ്ദം ഞാൻ ഫേസ്ബുക്കിൽ ഞാനത് ടേപ്പ് ചെയ്ത് വെച്ചു. എത്ര പൊട്ടനാണ് അയാൾ എങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് കർത്താവിൻ്റെ ശബ്ദം എന്ന് കേൾക്കണേ. സാധാരണഗതിയിൽ ഈ സിനിമയിലൊക്കെ വരുമ്പോൾ ഇച്ചിരി ബാസൊക്കെ ഇട്ടുകൊണ്ട് എഫക്റ്റ് ചെയ്തുകൊണ്ടാണ്. ഇത് സാധാരണ എഫക്റ്റിനൊന്നും അവിടെ കിട്ടിയില്ല. ഏതോ ഒരു മനുഷ്യൻ പറഞ്ഞ വാക്ക് ഇത് പറഞ്ഞ് പറ്റിക്കുവാനും ആളുകൾ ഇതെല്ലാം കേട്ട് ചിരിക്കുവാനും കുറെ മണ്ടന്മാരായ ആളുകൾ അയാളെ ചെന്നേച്ചു, നിന്റെ ദൈവത്തിന്റെ കോല എന്തായിരുന്നല്ലോ, കർത്താവിന്റെ കോല എന്തായിരുന്നല്ലോ എന്നൊന്നും ചോദിക്കാവോ? ശബ്ദം പറഞ്ഞു, ശബ്ദം റെക്കോർഡ് ചെയ്തു. ഏറ്റവും കൂടുതൽ ഞാൻ തുറന്നു പറയുകയാണ്, അന്ധവിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ വീഴുന്നത് ക്രിസ്ത്യാനികളാണ്. കർത്താവിന്റെ പേര് പറയുമ്പോൾ മലന്ന് വീഴുവാണ്. കർത്താവിൻ്റെ പേര് കേൾക്കുമ്പോൾ മലർന്നു വീഴുകയാണ്. ഒരു ഫോട്ടോ ഇട്ടുകൊണ്ട് കർത്താവ് ചാടി വീഴുകയാണ്. അങ്ങനെയൊന്നും കർത്താവൊന്നും ഒരു മനുഷ്യൻ്റെ മുന്നിലൊന്നും വരില്ല സഹോദര. അങ്ങനെ വരാനാണെങ്കിൽ എല്ലാ പ്രവാചകന്മാരുടെ മുന്നിൽ വരണമായിരുന്നു. ഒരു തെറ്റുപോലും ചെയ്യാത്ത, ഒരു പ്രതിഫലം പോലും ആഗ്രഹിക്കാതെ പ്രബോധനം നടത്തിയിരുന്ന ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് നയിച്ചിരുന്ന പ്രവാചകന്മാർ. ഇവിടെ ക്രിസ്ത്യാനികൾ ഓരോ പ്രവാചകന്മാരുടെ കാര്യം പറയാറുണ്ട്. ഈ പ്രവാചകന്മാരും ഈ മൂസയും ഈശയും അത് ഇവരൊക്കെ ആരയച്ചു, എന്ത് ഇവിടെ ലോകത്ത് നൽകി, എന്തോന്ന് ചുമ്മാ വെറുതെ വന്നിട്ടും കുറെ കാര്യങ്ങൾ നടത്തിച്ചും പോയോ? ഇതൊക്കെ ചിന്തിക്കണം. എന്തിനവർ വന്നു? അവർ വന്നത് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി തരാനാണ്. ആ ദൈവത്തെക്കുറിച്ച്, ആ ദൈവത്തെ ആരാധിക്കണമെന്ന് പറയാൻ വേണ്ടി അവർ വന്നത്, അല്ലാതെ വേറൊന്നിനുമല്ല. അവരിവിടെ കുറെ അത്ഭുതം കാണിച്ച് ആ അത്ഭുതവും പൊക്കി പിടിച്ചു നടക്കുക. പക്ഷേ ഈ അത്ഭുതം കാണിക്കുന്നതിന് മുമ്പായിട്ട് ഈ അത്ഭുതം എന്തിനു വേണ്ടി കാണിച്ചു എന്ന് മനസ്സിലാക്കണം. ജനങ്ങളുടെ മുന്നിൽ ഞാൻ ദൈവത്തിൽ നിന്ന് വന്ന ആളാണ് എന്നതും എനിക്ക് ദൈവം ശക്തി തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് അനുസരിക്കണം, ദൈവത്തെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, ഇത് പറയാനാണ് വന്നത്. അല്ലാതെ ഞാൻ ദൈവമാണ് എന്ന് പറയാൻ വന്നതല്ല സഹോദരന്മാർ. ചിന്തിക്കണം, ഇനിയും ഉണർന്ന് ചിന്തിക്കണം. ചിന്തിച്ചില്ലെങ്കിൽ നഷ്ടമാർക്ക് തന്നെയാണ്, അവനവന് തന്നെയാണ് നഷ്ടം. അവനവന് തന്നെയാണ്. അവനവൻ്റെ പാപങ്ങൾ മറ്റൊരാളും വഹിക്കില്ല. അതുകൊണ്ട് ഇനിയും ചിന്തിക്കുക, മരണം നമ്മോട് കൂടെയുണ്ട്. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. മരണമെന്ന് പറയുന്ന ആ വെപ്രാളം യാഥാർത്ഥ്യമായി വരുന്നതാണ്. നിങ്ങൾ ഏതൊന്നിൽ നിന്ന് ഓടി അകന്നുകൊണ്ടിരിക്കുന്നതോ അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നതായ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായ ഗ്രന്ഥം, അതിൽ മുൻപന്തികൾ നിൽക്കുന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണെന്ന് യാതൊരു സംശയവുമില്ല. ആ ഖുർആൻ അംഗീകരിച്ച് ജീവിച്ചാൽ നാളെ ഈ ലോകത്ത് നിന്ന് മരണപ്പെടുമ്പോൾ അല്ലാഹുവും മാലാഖമാരും മാത്രമുള്ള ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ പറ്റും. അല്ലാതെ ഇവിടെ കുറെ വീമ്പിളക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളാണ് വിശ്വാസികളെന്ന് പറഞ്ഞുകൊണ്ട് ഊൾ വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. വിശ്വാസ രൂഢമൂലമാക്കുകയും അവനവൻ്റെ അമലുകൾ അത് ദൈവവുമായി മാത്രം അറിയിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ കൊട്ടിക്കാഘോഷിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കാര്യമില്ല സഹോദരന്മാരെ. നല്ലത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നാഥൻ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരം നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.